ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു ഫുൾ ഡേ പർച്ചേസിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്കൂൾ തുറക്കുന്നതിനോടനുബന്ധിച്ചിട്ടുള്ള പർച്ചേസിങ്ങും പിന്നെ വണ്ടീൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പം അതിനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പർച്ചേസിങ്ങിന് പോകുന്നതിന് മുൻപായിട്ട് വാപ്പിക്കും ഇക്കായ്ക്കും ഒരു സൈറ്റ് നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കൂടി കയറിയിട്ടാണ് പോകുന്നത്. ഈ റോഡിൽ ഇങ്ങനെ കയറിയപ്പോഴത്തേക്കും വണ്ടി തിരിക്കാൻ സ്ഥലമില്ലാതെ കുറച്ച് ബുദ്ധിമുട്ടായി. അപ്പോൾ വണ്ടി തിരിക്കാനായിട്ട് നോക്കുകയാണ്. ഈ വീട്ടിലുള്ള ഈ ഗേറ്റും ഇതിൻ്റെ റൂഫും ഒക്കെ വാപ്പി ഇക്കായും കൂടി ചെയ്തതാണ്. ഇവിടെ തന്നെയാണ് പുതിയ വർക്കും വന്നിരിക്കുന്നത്. അപ്പം ആ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. അങ്ങനെ വണ്ടി ഒരുവിധം റോഡിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ഒരു ചെറിയൊരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കും ക്ഷണിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ബുള്ളറ്റിൻ്റെയും ബൈക്കിൻ്റെയൊക്കെ പാർട്സുകളൊക്കെ വിൽക്കുന്ന ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാണ്. അപ്പം ആ ഒരു പരിപാടിയിലേക്കും ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളിവിടെ വരാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് വാപ്പി ഒരു റോബോട്ട് സ്റ്റാച്യൂനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വണ്ടീൻ്റെ പാർട്സൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്തതാണ്. അതെനിക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു വൈകുന്നേര ടൈമിലാണ് വാപ്പി അത് ഉണ്ടാക്കാൻ തുടങ്ങിയത്. രാത്രി ആയപ്പോഴത്തേക്ക് അവർ സെറ്റ് ചെയ്ത് കൊണ്ടുപോയി. അപ്പം ഇതാണ് ആ സ്റ്റാച്യു. ഇതിൻ്റെ സൈഡിലായിട്ട് വാപ്പി ഉണ്ടാക്കുന്ന കുറച്ച് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റി. പക്ഷെ അത് ക്ലിയർ ആയിട്ടില്ല. പിന്നെയൊക്കെ രാത്രിയായിപ്പോയി. അപ്പോൾ ആ ഇരുട്ടത്ത് വീഡിയോ ക്ലിയർ ആവില്ലല്ലോ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ നേരെ ഇനി പർച്ചേസിങ്ങിനായിട്ട് പോവുകയാണ്. കോഴിക്കോട് നിന്നാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. TBS നിന്നാണ് ആദ്യം സാധനങ്ങളൊക്കെ വാങ്ങാൻ വിചാരിച്ചത്. അപ്പോഴാണ് അറിയാൻ സാധിച്ചത് പോലീസ് ക്ലബിൻ്റെ ഒരു സ്റ്റോർ ഉണ്ട് കോഴിക്കോട്. അപ്പോൾ അവിടെ പുറത്ത് കിട്ടുന്നതിനേക്കാളും കുറച്ച് വില കുറച്ചിട്ടാണ് അവിടെ കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. ഇവിടെ ഈ ബാനറിൽ എഴുതിയിരിക്കുന്നുണ്ടല്ലേ, വിലക്കുറവിൻ്റെ മഹാമേള. അപ്പോൾ സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള ബാഗ്, ബുക്ക്, പെൻസില്, കളേഴ്സ് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ടിഫിൻ ബോക്സും കുപ്പികളും എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അവ പുറത്ത് കിട്ടുന്നതിനേക്കാളും കുറച്ച് വില കുറച്ചിട്ടാണ് ഇവിടുന്ന് വാങ്ങിയത്. അപ്പം ബോക്സും കാര്യങ്ങളും ഒന്നും ഇവിടുന്ന് വാങ്ങുന്നില്ല. ബോക്സൊക്കെ നമ്മൾ വീഡിയോ കണ്ട ബേസിലാണ് TBS നിന്ന് ബുക്കും സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യമേ പറയുന്നുണ്ടായിരുന്നു TBS നിന്ന് ബോക്സൊക്കെ എടുക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് നേരെ TBSലേക്കാണ് പോകുന്നത്. ഞങ്ങളിവിടെ വന്നപ്പം കുറച്ച് തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ പോകാൻ നേരത്ത് ഒരു നല്ല തിരക്കായിട്ടോ. ബില്ലിംഗ് സെക്ഷനിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞത് ഈ ഒരു സ്റ്റാള് 5-ാം തീയതി വരെയാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞാലും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങിൽ എപ്പോഴും സാധനങ്ങൾ അവൈലബിൾ ആയിരിക്കും. ആ ഒരു പുറമേ കിട്ടുന്നതിനേക്കാട്ടിലും വില കുറച്ചിട്ട് ആ സ്റ്റോറിൽ സാധനങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ. ഇനി നമ്മൾ നേരെ ആ ബ്രൗൺ ബിൽഡിങ്ങിലേക്കാണ് പോകുന്നത്. അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് TBS എന്ന്. നമ്മളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. കുറേ വീഡിയോസൊക്കെ കണ്ടതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഇതിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും അത്യാവശ്യം സ്കൂളിലേക്കുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഹാദിക്ക് ബോക്സും നെയിം സ്ലിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ടോ.
എസ് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ തളി ക്ഷേത്രത്തിനടുത്തോട്ടുള്ള റോഡിലൂടെ പോയിട്ട് ഒരു വിനായക ഹോട്ടലുണ്ട്, അപ്പം അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഹോട്ടലിൻ്റെ സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ നല്ല റേറ്റ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പം നോർമൽ റേറ്റ് തന്നെ ആയിരുന്നു. ഓരോ ഊണിനും 60 രൂപ വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പം നല്ല അടിപൊളി സാമ്പാറും കൂട്ടി നല്ലൊരു ഊണ് കഴിച്ചു. വിനായക ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് മിഠായിത്തെരുവിലേക്കാണ്. അപ്പം അവിടെ നിന്നാണ് ഷിഫയ്ക്ക് ബാഗൊക്കെ വാങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വണ്ടീൻ്റെ കുറച്ച് പാർട്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അത് പുതിയതിനും പഴയതിനൊക്കെ റേറ്റ് ചോദിച്ചിട്ട് ഏതാ നല്ലത് നോക്കിയിട്ട് അങ്ങനെയാണ് വാങ്ങുന്നത്. അപ്പോൾ വാപ്പി ഇക്കായും അതിൻ്റെ വിലയൊക്കെ ചോദിക്കാൻ പോയ സമയത്ത് ഞങ്ങൾ വണ്ടിയിലിരുന്ന് ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ ട്രെയിൻ പോകുന്നത് കണ്ടിട്ട് ആദിക്ക് ഇസുവിനൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ ട്രെയിൻ കണ്ടപ്പോൾ. അപ്പം ഷിഫ അതാ കട്ട ബോറടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ വണ്ടീൻ്റെ പാർട്സ് വാങ്ങാൻ പോയൊരു സ്ഥലത്ത് ഇതായി ഒരു സംഭവം കണ്ടു. ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് ഒറ്റ നോട്ടത്തിൽ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ എന്താണെന്ന്. അപ്പം ഞങ്ങളെ ഇന്നത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പം അധികം ഇരുടായിട്ടൊന്നുമില്ല, വൈകുന്നേരം ആയിട്ടേ ഉള്ളൂ. അപ്പം എല്ലാവരും വിചാരിച്ചു ഇനി ഒന്ന് ബീച്ചിലൊക്കെ പോയിട്ട് വന്നാലോ, എന്തായാലും സ്കൂളൊക്കെ തുറക്കാം, ഇനി കുറച്ചൊക്കെ കഴിഞ്ഞിട്ടേ ബീച്ചിലൊക്കെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോയി. ഇതിൻ്റെ മുൻപ് ഞങ്ങളിവിടെ വന്നപ്പം അധികം വെള്ളമൊക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിഞ്ഞു നിൽക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു കള്ളക്കടൽ എന്നാണ് ആ ഒരു പ്രതിഭാസത്തിന് പറയുക. ഇപ്പം ഇപ്രാവശ്യം വന്നപ്പം മഴയൊക്കെ അല്ലേ, നല്ല വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹാദിക്ക് ഇറങ്ങാനൊന്നും പറ്റിയില്ല. അപ്പം ഞങ്ങൾ എന്തായാലും വന്നതല്ലേ, അപ്പം വരുമ്പം എല്ലാ പ്രാവശ്യവും ഇതുപോലെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തതും ഐസരതിയും പിന്നെ ഹോട്ട് ചോക്ലേറ്റൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്രാവശ്യം ഫ്രൂട്ട്സ് കട്ട് ചെയ്തതും ഐസരതിയും ചോക്ലേറ്റും ഒക്കെ കഴിച്ചു. കുറച്ച് നേരെ ബീച്ചിൽ നിന്നിട്ടുള്ളൂ, മഴ പെയ്ത് കഴിഞ്ഞാൽ ആകെ പണി കിട്ടും. അപ്പം ഞങ്ങൾ വേഗം ബീച്ചിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ആ ഓൾ ഓപ്ഷനുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.